Properties of inverse trigonometric functions. Inverse trigonometric functions in part 4 video on this. Part 1, 2, 3. 3 videos കണ്ട ശേഷം part 4 video കാണുക. Part 1, 2, 3 ൽ നമ്മൾ inverse trigonometric functionsന്റെ definitions നോക്കിയിട്ടുണ്ട്. Range, domain ഒക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ propertiesലേക്ക് കടക്കാം. Sin inverse maps from closed interval minus 1, 1 to closed interval minus pi by 2, pi by 2. Cos inverse maps from closed interval minus 1, 1 to closed interval 0, pi. Tan inverse from R to open interval minus pi by 2, pi by 2. Cosec inverse from R minus open interval minus 1, 1 to closed interval minus pi by 2, pi by 2 minus h0. Sec inverse from R minus open interval minus 1, 1 to closed interval 0, pi minus set pi by 2. Cot inverse from R to open interval 0, pi. ഇതാണ് inverse trigonometric functions in principal value branch. Sin inverse, tan inverse, cosec inverse. ഈ മൂന്നെണ്ണത്തിൻ്റെ ഒന്നിച്ച് പഠിച്ചു വെക്കുക. സിമിലർ ആയ സെറ്റാണ്. അതുപോലെ കോസ് ഇൻവേഴ്സ്, സീക്ക് ഇൻവേഴ്സ്, കോട്ട് ഇൻവേഴ്സ്, ഈ മൂന്നെണ്ണത്തിൻ്റെയും സിമിലർ ആയ സെറ്റാണ്. നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും. ക്ലോസ്ഡ് ഇൻറ്റർവൽ 0, പൈ, ക്ലോസ്ഡ് ഇൻറ്റർവൽ 0, പൈ മൈനസ് സെറ്റ് പൈ ബൈ 2, ഓപ്പൺ ഇൻറ്റർവൽ 0, പൈ. ഈ മൂന്നെണ്ണം ഒന്നിച്ച് പഠിച്ചു വെച്ചേക്കണം. If f and g are inverse of each other, then we know that f composite g of x equal to x and g composite f of x equal to x, or f composite g equal to identity function that is equal to g composite f. ഈ റിസൾട്ട് നമുക്ക് ഇവിടെയും അപ്ലൈ ചെയ്യാം. സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ്, സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് ഇസ് എക്സ്, കോസ് ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു എക്സ്, ടാൻ ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് equal to x. f composite g of x is x. അതുപോലെ തന്നെയാണ് sin of sin inverse x equal to x, cos of cos inverse x equal to x, tan of tan inverse x equal to x. പക്ഷേ x എവിടെയാണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഈ x നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് sin inverse xൻ്റെ ഡൊമെയിനിൽ വരുന്ന x ആണ്. അതായത് x belongs to closed interval minus 1, 1. Here x belongs to domain of cos inverse x, so x belongs to closed interval minus 1, 1. Now tan inverse x is defined for all x belongs to R, so here x belongs to R, set of all real numbers. So we have sin of sin inverse x is x for all x belongs to closed interval minus 1, 1. Cos of cos inverse x equal to x for all x belongs to closed interval minus 1, 1. Tan of tan inverse x equal to x for all x belongs to R. Sin inverse of sin x equal to x ആവുന്നത് x belongs to domain of sin x. അതായത് നമ്മൾ sin xനെ 1, 1 on 2 ആക്കാൻ വേണ്ടിയിട്ട് ഡൊമെയിൻ എടുത്തിരിക്കുന്നത് ക്ലോസ്ഡ് ഇൻറ്റർവൽ മൈനസ് പൈ ബൈ 2, പൈ ബൈ 2. അതിൻ്റെ അകത്ത് വേണം നമ്മളിത് ഡിഫൈൻ ചെയ്യാൻ. കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് ഈക്വൽ ടു എക്സ്, x belongs to closed interval 0, pi. Tan inverse of tan x equal to x when x belongs to open interval minus pi by 2, pi by 2. ഈ റിസൾട്ടുകളെ ജിയോജിബ്ര ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. ജിയോജിബ്ര ഫയൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ രണ്ട് ഫങ്ഷൻസ് എടുത്തിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 3, എക്സ് പ്ലസ് 3യുടെ ഗ്രാഫാണ്. അതായത് എഫ് ഓഫ് എക്സ് മാപ്സ് 1 to 1 plus 3, 4. 1നെ 4ലേക്കാണ് എഫ് ഓഫ് എക്സ് മാപ്പ് ചെയ്യുന്നത്. അതിൻ്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ 4നെ 1ലേക്ക് മാപ്പ് ചെയ്യണം. അതായത് അതിൻ്റെ ഇൻവേഴ്സ് വരുന്നത് എക്സ് മൈനസ് 3, 4 to 1. എക്സ് പ്ലസ് 3യുടെ ഇൻവേഴ്സ് ഫംഗ്ഷൻ വരുന്നത് എക്സ് മൈനസ് 3. ജി ഓഫ് എക്സ് എക്സ് മൈനസ് 3 ഇസ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എക്സ്. ജി ഓഫ് എക്സിൻ്റെ ഗ്രാഫാണ് ഇത്. പിന്നെ ഞാൻ എടുത്തത് എഫ് കോമ്പോസിറ്റ് ജി എടുത്തു. എഫ് കോമ്പോസിറ്റ് ജി ആണ് ഈ ടി ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. നമുക്കറിയാം ഇത് രണ്ട് ഇൻവേഴ്സ് ആണ്. എഫ് ആൻഡ് ജി ആർ ഇൻവേഴ്സ് ഓഫ് ഈച്ച് അതർ. സോ എഫ് കോമ്പോസിറ്റ് ജി ഓഫ് എക്സ് ഇസ് എക്സ്, ടി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്. ഇനി ടി ഓഫ് എക്സിന്റെ ഗ്രാഫ് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. വൈ ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ഗ്രാഫാണ് ഇത്.
അപ്പോൾ നമ്മൾ രണ്ട് ഫങ്ഷൻസ് എഫും ജിയും പരസ്പരം ഇൻവേഴ്സ് ഫങ്ഷൻ ആകുമ്പോൾ അതിൻ്റെ കോമ്പോസിഷൻ ഫങ്ഷൻ എപ്പോഴും y ഈക്വൽ ടു എക്സ് ആയിരിക്കും. അതായത് ഐഡൻറ്റിറ്റി ഫങ്ഷൻ ആണ് കിട്ടുന്നത്. അതിനെ നമ്മൾ സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫങ്ഷൻ ഈ ഒരു ഗ്രാഫ് മാത്രമാണ്. സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് ആണ് ഇവിടെ കാണുന്ന ഗ്രാഫ്. അതെന്തുകൊണ്ടാണ് ഈ ചെറിയൊരു പാർട്ടിലേക്ക് മാത്രം കിട്ടുന്നത്? എന്തുകൊണ്ടായിരിക്കും? സൈൻ ഇൻവേഴ്സ് എക്സ് ഇസ് ഡിഫൈൻ ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവൽ -1 ഇവിടെയാണ് അതിൻ്റെ ഡൊമെയിൻ വരുന്നത്. സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡൊമെയിൻ ക്ലോസ്ഡ് ഇൻ്റർവൽ -1 ഈ ഡൊമെയിനിൻ്റെ അകത്ത് സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് എക്സ് വരും. ഓക്കെ, സോ സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു എക്സ് ഫോർ എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവൽ -1. കോസ് ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ്, കോസ് ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ് ആ ഫംഗ്ഷനാണ് ഇപ്പോൾ ഇവിടെ ഗ്രാഫായിട്ട് കാണുന്നത്. കോസ് ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു എക്സ് വെൻ എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവൽ -1. നമ്മൾ y ഈക്വൽ ടു എക്സ് ഫുള്ള് ഗ്രാഫാണ് ഇത്. y ഈക്വൽ ടു എക്സ് നടന്ന ഗ്രാഫാണ്. പക്ഷേ കോസ് ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു എക്സ് വരുന്നത് ഈ ഒരു ചെറിയ പാർട്ടിൽ മാത്രം. അതായത് എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവൽ -1. ഇനി നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത് ടാൻ ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ്. ടാൻ ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു എക്സ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ആർ. ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡൊമെയിൻ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആയതുകൊണ്ട് നമുക്ക് ഫുള്ള് y ഈക്വൽ ടു എക്സ് ആണ് ഫുള്ള് സ്ട്രെയിറ്റ് ലൈന് കിട്ടും. ഓക്കെ, ടാൻ ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് ഇസ് എക്സ്, എക്സ് ബിലോങ്സ് ടു ആർ. അതേപോലെ നമുക്ക് കൊസീക്ക് ഓഫ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് ഡിഫൈൻ ചെയ്യാം. ഇനി ഇവിടെ ഒരു കാര്യം പറയട്ടെ, സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ് കിട്ടണമെങ്കിൽ നമ്മൾ ജിയോജിബ്രയിൽ എ സൈൻ എക്സ് എന്ന് കൊടുക്കണം. സൈൻ എക്സിൻ്റെ ഗ്രാഫ് കിട്ടാൻ സൈൻ എക്സ് ആണ് നമ്മൾ ഇൻപുട്ട് ബാറിൽ കൊടുക്കുന്നത്. എ സൈൻ എക്സ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ് കിട്ടും. കൊസീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ് കിട്ടാൻ നമ്മൾ കൊടുക്കേണ്ടത് എ സൈൻ 1/x ആണ്. അപ്പം ഇത് കൊസീക്ക് ഓഫ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് ആണ്. കൊസീക്ക് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു എ സൈൻ 1/x. കൊസീക്ക് ഓഫ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് ആണ് ഈ ഫംഗ്ഷൻ. അതിൻ്റെ ഗ്രാഫ് നമുക്ക് നോക്കാം. ഇങ്ങനെയുള്ള ഒരു ഗ്രാഫാണ് നമുക്ക് കിട്ടുന്നത്, കൊസീക്ക് ഓഫ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ്. എന്തുകൊണ്ടാണ് ഗ്രാഫ് ഇങ്ങനെ വന്നത്? ഈ ഒരു പാർട്ടിൽ ഗ്രാഫ് ഇല്ല. ഓക്കെ, അതായത് -1 മുതൽ 1 വരെയുള്ള പാർട്ടിൽ ഗ്രാഫ് ഇല്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നേ? കൊസീക്ക് ഇൻവേഴ്സ് എക്സ് ഇസ് ഡിഫൈൻഡ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ആർ മൈനസ് ഓപ്പൺ ഇൻ്റർവൽ -1. ഓക്കെ, ഡൊമെയിൻ ഓഫ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് ഇസ് ആർ മൈനസ് ഓപ്പൺ ഇൻ്റർവൽ -1. അതിൻ്റെ ഡൊമെയിനിൽ മാത്രമേ ഇത് ശരിയാകുന്നുള്ളൂ. അതായത് ഈ ഇവിടെ മാത്രം 1 മുതൽ ഇൻഫിനിറ്റി വരെയും -1 ടു -ഇൻഫിനിറ്റി, അതായത് -ഇൻഫിനിറ്റി ടു -1, 1 ടു ഇൻഫിനിറ്റി, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം ആർ മൈനസ് ഓപ്പൺ ഇൻ്റർവൽ -1. അതുകൊണ്ട് ഈ ഒരു പാർട്ടിൽ ഓപ്പൺ ഇൻ്റർവൽ -1 ഈ ഒരു പാർട്ടിൽ ഗ്രാഫ് ഇല്ല. y ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞ ഈ പാർട്ട് മാത്രമേ നമുക്ക് ഗ്രാഫായിട്ട് കിട്ടും. കോസ് ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ്. Okay, cos of cos inverse x defined for x belongs to r minus open interval -1. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് sec of sec inverse x. sec of sec inverse x. sec inverse x കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ജിയോജിബ്രയിൽ കൊടുക്കേണ്ടത് a cos 1/x. cos inverse x കിട്ടാൻ a cos x. sec ഇൻവേഴ്സ് എക്സ് കിട്ടാൻ a cos 1/x. അങ്ങനെ കൊടുത്ത് കിട്ടിയ ഗ്രാഫാണ് ഇത്, sec ഓഫ് sec ഇൻവേഴ്സ് എക്സ്. sec ഇൻവേഴ്സ് എക്സ് ഇസ് ഡിഫൈൻഡ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ആർ മൈനസ് ഓപ്പൺ ഇൻ്റർവൽ -1. ആർ മൈനസ് ഓപ്പൺ ഇൻ്റർവൽ -1. അതുകൊണ്ടാണ് ഗ്രാഫ് ഇങ്ങനെ വരുന്നത്. ഓക്കെ, എക്സ് ബിലോങ്സ് ടു ആർ മൈനസ് ഓപ്പൺ ഇൻ്റർവൽ -1, 1 ടു ഇൻഫിനിറ്റി, -ഇൻഫിനിറ്റി ടു -1. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കോട്ട് ഓഫ് കോട്ട് ഇൻവേഴ്സ് എക്സ്. ഓക്കെ, ഇത് a tan 1/x, അതായത് ഇത് കോട്ട് ഇൻവേഴ്സ് എക്സ് ആണ്. കോട്ട് ഓഫ് കോട്ട് ഇൻവേഴ്സ് എക്സ് ഇസ് എക്സ്. കോട്ട് ഇൻവേഴ്സ് എക്സ് ഇസ് ഡിഫൈൻഡ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ആർ. സോ കോട്ട് ഓഫ് കോട്ട് ഇൻവേഴ്സ് എക്സ് ഇസ് എക്സ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ആർ. So we have sin of sin inverse x equal to x for all x belongs to closed interval -1.
cos of cos inverse x equal to x for all x belongs to closed interval minus 1, 1. Tan of tan inverse x equal to x for all x belongs to R. Cosec of cosec inverse x equal to x for all x belongs to R minus open interval minus 1, 1. Sec of sec inverse x equal to x for all x belongs to R minus open interval minus 1, 1. Cot of cot inverse x equal to x for all x belongs to R. Okay, ഈ റിസൾട്ട് നമുക്ക് കിട്ടും. Y equal to f of x ന്റെ ഗ്രാഫാണ്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ്, സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ്, കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ്, ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ എക്സ്. ഈ റിസൾട്ടുകളാണ് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത്. സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സിന്റെ ഗ്രാഫാണ്. സൈൻ എക്സ് ഇസ് ഡിഫൈൻ ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ആർ. അതുകൊണ്ടാണ് ഗ്രാഫ് ഫുൾ ആറിൽ, ഫുൾ റിയൽ നമ്പേഴ്സിൽ ഡിഫൈൻ ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് ഇതുപോലെ നമുക്ക് ഗ്രാഫ് കിട്ടുന്നത്. സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ്. പക്ഷേ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് ഈക്വൽ ടു എക്സ് ആവുന്നത് ഈ ഒരു പാർട്ടിൽ മാത്രം. അതായത് ഈ ലൈൻ y ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞ ലൈനാണിത്. സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് ഈക്വൽ ടു എക്സ് ആവുന്നത് ഈ ഒരു ചെറിയ പാർട്ടിൽ മാത്രമാണ്. അതായത് എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇന്റർവൽ മൈനസ് പൈ ബൈ ടു, പൈ ബൈ ടു. ഓക്കെ, ഈ ഒരു പാർട്ടിൽ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് ഈക്വൽ ടു എക്സ് ആകും. ഇനി കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ്, കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് ഈക്വൽ ടു എക്സ്, അതായത് ഈ ബ്ലൂ ലൈനായിട്ട് കോയിൻസൈഡ് ചെയ്യുന്നത്, y ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞ ലൈനായിട്ട് കോയിൻസൈഡ് ചെയ്യുന്നത് 0 to പൈ ഈ ഇന്റർവെലിന്റെ അകത്താണ്. കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് ഈക്വൽ ടു എക്സ് വെൻ എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇന്റർവൽ 0 പൈ. ഇവിടെയൊന്നും y ഈക്വൽ ടു എക്സ് അല്ല. ഓക്കെ, ഈ ഒരു പാർട്ടിൽ മാത്രം വെൻ എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇന്റർവൽ 0 പൈ, കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് ഈക്വൽ ടു എക്സ്. Tan inverse of tan x equal to x when x belongs to open interval minus pi by 2, pi by 2. ഈ ഒരു ഇന്റർവെല്ലിൽ ഓപ്പൺ ഇന്റർവൽ മൈനസ് പൈ ബൈ ടു, പൈ ബൈ ടുവിൻ്റെ അകത്ത് tan inverse of tan x equal to x. So we have these results. Sin of sin inverse x equal to x for all x belongs to closed interval minus 1, 1. Sin inverse of sin x equal to x, x belongs to closed interval minus pi by 2, pi by 2. അപ്പോൾ ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് എക്സ് നമ്മൾ എവിടെ നിന്ന് എടുക്കുന്നേ, സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ്. ഈ എക്സ് സൈൻ ഇൻവേഴ്സിൻ്റെ ഡൊമെയിനിലാണ്. സൈൻ ഇൻവേഴ്സിൻ്റെ ഡൊമെയിൻ ക്ലോസ്ഡ് ഇന്റർവൽ മൈനസ് 1, 1. ഇവിടെ എക്സ് കൊടുക്കുന്നത് സൈനിൻ്റെ കൂടെയാണ് എക്സ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് സൈൻ എക്സിൻ്റെ ഡൊമെയിൻ എന്നാണ്. അത് നമ്മൾ എടുത്തത് എന്താണ്, ക്ലോസ്ഡ് ഇന്റർവൽ മൈനസ് പൈ ബൈ ടു, പൈ ബൈ ടു. അങ്ങനെ ഓർത്താൽ മതി. എക്സ് ഇരിക്കുന്നത് സൈൻ ഇൻവേഴ്സിൻ്റെ കൂടെ, സൈൻ ഇൻവേഴ്സിൻ്റെ ഡൊമെയിൻ എടുക്കണം. ഇവിടെ എക്സ് ഇരിക്കുന്നത് സൈനിൻ്റെ കൂടെ, സൈനിൻ്റെ ഡൊമെയിൻ എടുക്കണം. സൈന് നമ്മൾ 1, 1 on 2 ആക്കിയിട്ടുണ്ട്. 1, 1 ആക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന ഡൊമെയിൻ ക്ലോസ്ഡ് ഇന്റർവൽ മൈനസ് പൈ ബൈ ടു, പൈ ബൈ ടു. ആ ഡൊമെയിനാണ് നമ്മുടെ എടുക്കേണ്ടത്. ഈ റിസൾട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. കോസ് ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ് ഇസ് എക്സ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇന്റർവൽ മൈനസ് 1, 1. കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് ഈക്വൽ ടു എക്സ്, എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇന്റർവൽ 0 പൈ. Tan of tan inverse x equal to x, x belongs to R. Tan inverse of tan x equal to x, x belongs to open interval minus pi by 2, pi by 2. Cosec of cosec inverse x is x, x belongs to R minus open interval minus 1, 1. Cosec inverse of cosec x is x, x belongs to closed interval minus pi by 2, pi by 2 minus h0. Sec of sec inverse x is x, x belongs to R minus open interval minus 1, 1. Sec inverse of sec x equal to x, x belongs to closed interval 0 pi minus set pi by 2. Tan of tan inverse x is x, x belongs to R. Tan inverse of tan x equal to x, x belongs to open interval minus pi by 2, pi by 2. അപ്പോൾ ഇവിടെ നമ്മൾ കൊസീക് ഇൻവേഴ്സ് എക്സ് ആണ്. എക്സ് ഇരിക്കുന്നത് കൊസീക് ഇൻവേഴ്സിൻ്റെ കൂടെയാണ്. അപ്പോൾ കൊസീക് ഇൻവേഴ്സിൻ്റെ ഡൊമെയിൻ വേണം ഇവിടെ എടുക്കാൻ. ഇവിടെ കൊസീക് എക്സ് ആണ് ഇരിക്കുന്നത്, എക്സ് ഇരിക്കുന്നത് കൊസീക്കിൻ്റെ കൂടെ. അപ്പോൾ കൊസീക്കിൻ്റെ ഡൊമെയിൻ വേണം നമ്മൾ എടുക്കാൻ. 1, 1 ആക്കാൻ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്തെടുത്ത ഡൊമെയിനാണ് ഇവിടെ എടുക്കേണ്ടത്. അതുപോലെ തന്നെയാണ് മറ്റ് റിസൾട്ടുകൾക്കും നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഫസ്റ്റ് പ്രോപ്പർട്ടി, സൈൻ ഇൻവേഴ്സ് ഓഫ് 1 by x ഈക്വൽ ടു കൊസീക് ഇൻവേഴ്സ് എക്സ്, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഓർ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1. അതായത് നമ്മളെടുത്ത ആർ മൈനസ് ഓപ്പൺ ഇന്റർവൽ -1, 1, 1 to ഇൻഫിനിറ്റി, -ഇൻഫിനിറ്റി to -1. ആ ഡൊമെയിനാണ് ഇവിടെ
r minus open interval minus 1 1 or x greater than or equal to 1 or x less than or equal to minus 1. ഈ റിസൾട്ടുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പ്രോപ്പർട്ടി ഫസ്റ്റ് പ്രോപ്പർട്ടി ആണ്. ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി സൈൻ ഇൻവേഴ്സ് ഓഫ് 1/x ഈക്വൽ ടു കൊസീക്ക് ഇൻവേഴ്സ് എക്സ്. അതുകൊണ്ടാണ് നമ്മൾ കൊസീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് ജിയോജിബ്രയിൽ എ സൈൻ 1/x ഇൻപുട്ട് ബാറിൽ കൊടുക്കാൻ കാരണം. എ സൈൻ 1/x ആണ് ഇൻപുട്ട് ബാറിൽ കൊടുക്കേണ്ടത്. കോസ് ഇൻവേഴ്സ് ഓഫ് 1/x ഈക്വൽ ടു സീക്ക് ഇൻവേഴ്സ് എക്സ്, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഓർ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് 1. ടാൻ ഇൻവേഴ്സ് ഓഫ് 1/x ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ് എക്സ് ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ 0. ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ഓർത്ത് വെക്കണം. എക്സ് ഗ്രേറ്റർ ദാൻ 0 ആയാൽ മാത്രമേ ടാൻ ഇൻവേഴ്സ് ഓഫ് 1/x ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ് എക്സ് ആകുന്നുള്ളൂ. Cot inverse x is defined for all x belongs to R. Tan inverse x is defined for all x belongs to R. But tan inverse of 1/x equal to cot inverse x for x greater than 0. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് റിസൾട്ടിൻ്റെ പ്രൂഫാണ് ഇവിടെ പറയുന്നത്. അതേപോലെ തന്നെയാണ് സെക്കൻഡും തേർഡിൻ്റെയും പ്രൂഫ് വരുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറ്റത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫസ്റ്റിൻ്റെ പ്രൂഫ് ചെയ്യുന്നത് ഇതുപോലെയാണ്. ടേക്ക് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു വൈ. നമ്മൾ ഇതാ പ്രൂവ് ചെയ്യേണ്ടത്. സൈൻ ഇൻവേഴ്സ് 1/x ഈക്വൽ ടു കൊസീക്ക് ഇൻവേഴ്സ് എക്സ്. സോ ടേക്ക് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു വൈ. സോ വാട്ട് ഇസ് എക്സ്? എക്സ് ഈക്വൽ ടു കൊസീക്ക് വൈ. ഓക്കെ, എക്സ് ഈക്വൽ ടു കൊസീക്ക് വൈ. നൗ വാട്ട് ഇസ് കൊസീക്ക് വൈ ഇൻ ടേംസ് ഓഫ് സൈൻ? കൊസീക്ക് വൈ ഈക്വൽ ടു 1/sin y. So x equal to 1/sin y. Taking reciprocal, we get 1/x equal to sin y. Okay, cosec y is 1/sin y. Taking reciprocal, we get 1/x equal to sin y. ഇനി സൈൻ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് ഓഫ് 1/x equal to y. Okay, 1/x equal to sin y. So sin inverse of 1/x equal to y. What is y? Y equal to cosec inverse x. So sin inverse of 1/x equal to cosec inverse x. So we have the first result. ഇതുപോലെ തന്നെയാണ് സെക്കൻഡ് തേർഡ് റിസൾട്ട് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. സീക്ക് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു വൈ എടുക്കണം. അവിടെയും സീക്കും കോസും റെസിപ്രോക്കൽ ഫങ്ഷൻസ് ആണ്. ആ ഒരു കാര്യം ഓർത്താൽ മതി. കൊസീക്ക് എക്സ് ഈക്വൽ ടു 1/sin x, സീക്ക് എക്സ് ഈക്വൽ ടു 1/cos x, കോട്ട് എക്സ് ഈക്വൽ ടു 1/tan x. ആ റിസൾട്ട് അപ്ലൈ ചെയ്തിട്ടാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി കിട്ടുന്നത്. അങ്ങനെ ഓർത്ത് കഴിഞ്ഞാൽ പ്രോപ്പർട്ടി നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരും. സൈൻ ഇൻവേഴ്സ് ഓഫ് 1/x ഈക്വൽ ടു കൊസീക്ക് ഇൻവേഴ്സ് എക്സ്, കോസ് ഇൻവേഴ്സ് ഓഫ് 1/x ഈക്വൽ ടു സീക്ക് ഇൻവേഴ്സ് എക്സ്, ടാൻ ഇൻവേഴ്സ് ഓഫ് 1/x ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ് എക്സ്. ഇതൊക്കെ നോട്ടിൽ എഴുതി വെക്കണം. ഇത് നന്നായിട്ട് പഠിക്കണം. പ്രൂഫ് പഠിച്ചു വെക്കണം. ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലംസ് ആണ് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത്. ഫൈൻഡ് പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ഫോളോവിങ്. ഫസ്റ്റ് വൺ cos inverse 1/√2, second one cos inverse 1/2, third one cos inverse √3/2, fourth one sec inverse √2, sec inverse 2, sec inverse 2/√3. അപ്പോൾ നമ്മൾ sec inverse √2 കാണണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താൽ sec inverse of √2 is cos inverse of 1/√2. ഓക്കെ, അത് നമുക്ക് ഇവിടെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, ആദ്യം നമ്മൾ cos inverse 1/√2 കാണാം. ഫസ്റ്റ് വൺ വി നോ ദാറ്റ് cos pi/4 equal to 1/√2. So cos inverse of 1/√2 equal to pi/4. Cos pi/4 is 1/√2. So cos inverse of 1/√2 equal to pi/4. ഇനി നമ്മൾ ഇതിൻ്റെ കൂടെ നാലാമത്തെ പ്രോബ്ലം ചെയ്യാം. sec inverse √2. Sec inverse √2. By using property, sec inverse of √2 is cos inverse of 1/√2. Cos inverse of 1/√2. Cos inverse of 1/x equal to sec inverse of x. ആ പ്രോപ്പർട്ടിയാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. sec inverse √2 equal to cos inverse 1/√2. Cos inverse 1/√2 നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു pi/4. So answer is pi/4. Now second one, cos inverse 1/2. 2 1 √3. Cos is adjacent side by hypotenuse pi/3. Cos pi/3
cos pi by 3 equal to adjacent side by hypotenuse. So cos pi by 3 is 1 by 2. So cos inverse of 1 by 2 equal to pi by 3. Now fifth one, we have to find sec inverse 2. Sec inverse 2 is cos inverse of 1 by 2. Okay, property apply ചെയ്തു. Cos inverse of 1 by 2 is pi by 3. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് cos inverse 1 by 2 ഇതുപോലെ കണ്ടുപിടിക്കണം. Cos inverse of 1 by 2 is pi by 3. So sec inverse 2 is equal to pi by 3. Now third one, cos inverse root 3 by 2. Cos inverse root 3 by 2. We know that cos pi by 6, cos of pi by 6 adjacent side by hypotenuse root 3 by 2. So cos inverse of root 3 by 2 equal to pi by 6. So sixth one, sec inverse 2 by root 3, that is equal to cos inverse root 3 by 2, that's equal to pi by 6. ഇതുപോലെ പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഈ വാല്യൂസ് പെട്ടെന്ന് കണ്ടുപിടിക്കാം. സീക്ക് ഇൻവേഴ്സ് ഓഫ് റൂട്ട് 2 ഇസ് കോസ് ഇൻവേഴ്സ്, കോസിലേക്ക് കൺവേർട്ട് ചെയ്യണം. സീക്ക് ഇൻവേഴ്സ് ഓഫ് 2നെ കോസ് ഇൻവേഴ്സ് 1 by 2ലേക്ക് കൺവേർട്ട് ചെയ്യാം. സീക്ക് ഇൻവേഴ്സ് 2 by root 3നെ കോസ് ഇൻവേഴ്സ് റൂട്ട് 3 by 2ലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. സെക്കൻഡ് പ്രോപ്പർട്ടി, അതിൽ ഫസ്റ്റ് വൺ, സൈൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ്, എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇന്റർവൽ മൈനസ് 1 1. സെക്കൻഡ് വൺ, ടാൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ്, എക്സ് ബിലോങ്സ് ടു ആർ. തേർഡ് വൺ, cosec inverse of minus x equal to minus cosec inverse x modulus of x greater than or equal to 1, or r minus open interval minus 1 1. പ്രൂഫ്, ആദ്യത്തിൻ്റെ പ്രൂഫാണ് ഇവിടെ ചെയ്യുന്നത്. ബാക്കി രണ്ടും അതേപോലെ നിങ്ങൾക്ക് തന്നെ ചെയ്ത് പഠിക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ പ്രൂഫ് ഇതുപോലെ സ്റ്റാർട്ട് ചെയ്യേണ്ടത് സൈൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു വൈ. സൈൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു വൈ. So from this equation minus x equal to sin y. നമ്മൾ ആദ്യം പഠിച്ച റിസൾട്ട് അപ്ലൈ ചെയ്യണം. minus x equal to sin y. So x equal to, multiplying both side by minus 1, x equal to minus sin y. x equal to minus sin y. Now minus sin y is sin of minus y. നമ്മൾ ഫസ്റ്റ് ഇയർ ഈ റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. sin of minus x equal to minus sin x. So we can write minus sin y as a sin of minus y. Now from this equation sin inverse of x equal to minus y. Sin inverse of x equal to minus y. Now multiply both side by minus 1. Minus sin inverse x equal to y. And what is y? Y equal to sin inverse of minus x. So we get minus sin inverse x equal to sin inverse of minus x. ഈ വൈയുടെ വാല്യൂ നമ്മൾ നേരത്തെ എടുത്ത വൈ ഇവിടെ ഉണ്ട്, അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സൈൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ്. സോ വി ഗെറ്റ് സൈൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ്. ഓക്കെ, സൈൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് ഇസ് മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ്. അതേപോലെ ബാക്കി രണ്ടെണ്ണം കൂടി പഠിച്ചു വെച്ചേക്കണം. സെയിം പ്രൂഫാണ്, പ്രൂഫ് പഠിച്ചു വെക്കണം. ഈ റിസൾട്ടൊക്കെ നന്നായിട്ട് ടേബിളിൻ്റെ അകത്ത് എഴുതിയിട്ട് ഇത് നന്നായിട്ട് പ്രൂഫും റിസൾട്ടും പഠിച്ചു വെക്കാം. സൈൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് ഇസ് മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ്, എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇന്റർവൽ മൈനസ് 1 1. സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡൊമെയിൻ. ടാൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് ഇസ് മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ്, എക്സ് ബിലോങ്സ് ടു ആർ. കൊസീക് ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് ഇസ് മൈനസ് കൊസീക് ഇൻവേഴ്സ് എക്സ്, മോഡുലസ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. പ്രോപ്പർട്ടി 2 ജിയോജിബ്ര വെച്ചിട്ട് നമുക്ക് വെരിഫൈ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫാണ്. സൈൻ ഇൻവേഴ്സ് എക്സ് മാപ്സ് ഫ്രം ക്ലോസ്ഡ് ഇൻറ്റർവൽ മൈനസ് 1 1 ടു ക്ലോസ്ഡ് ഇൻറ്റർവൽ മൈനസ് പൈ ബൈ 2 പൈ ബൈ 2. ഇവിടെ സൈൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സിൻ്റെ ഗ്രാഫ് വരച്ചിട്ടുണ്ട്. ഈ റെഡ് കളറിൽ കാണുന്നത് സൈൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് ആണ്. സൈൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ്. ഇനി ഞാൻ മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ് എടുത്തു. അപ്പോൾ ഇത് രണ്ടും കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ ഇവിടെ സൈൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സിൻ്റെ ഗ്രാഫും ഉണ്ട്, മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ് ഉണ്ട്. രണ്ടും ഒരേ ഗ്രാഫാണ് കിട്ടുന്നത്. സോ സൈൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ്. അടുത്തത് ടാൻ ഇൻവേഴ്സ് എക്സ്. ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫാണ്. ഇനി ഞാൻ വരക്കാൻ പോകുന്നത് ടാൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ്. ടാൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ്.
ഇനി നമുക്ക് മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ് എങ്ങനെ ഉണ്ടാകും നോക്കാം. സെയിം ഗ്രാഫാണ്, രണ്ടും ഒരേ ഗ്രാഫാണ്. ടാൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സും മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സും സെയിം ഗ്രാഫാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ടാൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ്. കൊസീക് ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ് നമുക്ക് നോക്കാം. ഇനി കൊസീക് ഇൻവേഴ്സ് എക്സിൻ്റെ വളരെ ഭംഗിയുള്ള ഗ്രാഫാണ് കൊസീക് ഇൻവേഴ്സ് എക്സ്. കൊസീക് ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ്, ഈ ഗ്രീൻ കളറിൽ കാണുന്നത് കൊസീക് ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ്. കൊസീക് ഇൻവേഴ്സ് മൈനസ് എക്സ്. ഇനി നമ്മൾ മൈനസ് കൊസീക് ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ് എടുത്താൽ അത് രണ്ടും കോയിൻസൈഡ് ചെയ്യുന്നത് നമുക്ക് കാണാം. രണ്ടും ഒരേ ഗ്രാഫാണ്. സോ കൊസീക് ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് കൊസീക് ഇൻവേഴ്സ് എക്സ്. നമ്മളിപ്പോൾ ഇവിടുത്തെ ഒന്നാമത്തെയും രണ്ടാമത്തെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലംസ് ആണ് ഈ കാണുന്നത്. ഇതിൽ 6 പ്രോബ്ലംസ് ഉണ്ട്. സൈൻ ഇൻവേഴ്സിൻ്റെ വാല്യൂ അറിയാമെങ്കിൽ കൊസീക് ഇൻവേഴ്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഇനി നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി സൈൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ്. ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണം. അതുപോലെ തന്നെ സൈൻ ഇൻവേഴ്സ് ഓഫ് 1/x ഈക്വൽ ടു കൊസീക് ഇൻവേഴ്സ് എക്സ്. ഈ രണ്ട് പ്രോപ്പർട്ടീസും അപ്ലൈ ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലംസ് ആണ്. സൈൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് ഇസ് മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ്. സൈൻ ഇൻവേഴ്സ് ഓഫ് 1/x ഇസ് കൊസീക് ഇൻവേഴ്സ് എക്സ്. Sin inverse of minus 1/2 equal to minus sin inverse 1/2. We know that sin pi by 6 equal to sin pi by 6 is 1/2. So sin inverse 1/2 equal to pi by 6. Sin inverse 1/2 equal to pi by 6. Sin inverse of minus 1/2 equal to minus sin inverse 1/2. That is equal to minus pi by 6. Now second one, sin inverse minus root 3/2. Sin inverse of root 3/2 equal to pi by 3. Sin inverse of minus root 3/2 equal to minus sin inverse root 3/2, which is equal to minus pi by 3. Now third one, sin inverse minus 1/√2. We know that sin pi by 4 equal to 1/√2. Sin inverse of 1/√2 equal to pi by 4. Sin inverse of minus 1/√2 equal to minus sin inverse 1/√2, which is minus pi by 4. Now next is cosec inverse minus 2. Cosec inverse minus 2 is sin inverse of minus 1/2. Which is equal to minus pi by 6. നമ്മൾ തൊട്ട് മുന്നേ കണ്ടുപിടിച്ചിട്ടുണ്ട്. So cosec inverse of minus 2 is sin inverse of minus 1/2, which is equal to minus pi by 6. Cosec inverse of minus 2/√3 equal to sin inverse of minus √3/2, which is equal to minus pi by 3. And next one, cosec inverse of minus √2, which is equal to sin inverse of minus 1/√2, which is equal to minus pi by 4. അതുകൊണ്ട് പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതെല്ലാം പെട്ടെന്ന് കണ്ടുപിടിക്കാം. കൊസീക് ഇൻവേഴ്സ് ഓഫ് മൈനസ് 2 കണ്ടുപിടിക്കാൻ അതിനെ സൈൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് 1/2 എഴുതണം. കൊസീക് ഇൻവേഴ്സ് ഓഫ് മൈനസ് 2/√3 കണ്ടുപിടിക്കാൻ അതിനെ സൈൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് √3/2. കൊസീക് ഇൻവേഴ്സ് ഓഫ് മൈനസ് √2 കണ്ടുപിടിക്കാൻ നമ്മൾ സൈൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് 1/√2ലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താം. പ്രോപ്പർട്ടി 3, കോസ് ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ്. Sec inverse of minus x equal to pi minus sec inverse x. Cot inverse of minus x equal to pi minus cot inverse x. And first result is true for all x belongs to closed interval minus 1, 1. Cos inverse in the domain. ഇവിടെ വരുന്നത് sec inverse in the domain. ഇവിടെ വരുന്നത് cot inverse in the domain ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റിസൾട്ട് cos inverse of minus x equal to pi minus cos inverse x. ഇതിൻ്റെ പ്രൂഫാണ് പറയുന്നത്. സിമിലർ ആയ പ്രൂഫാണ് സെക്കൻഡിനും തേർഡിനുള്ളത്. പ്രൂഫ് നന്നായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. റിസൾട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ റിസൾട്ട് പ്രൂവ് ചെയ്യാൻ കോസ് ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു വൈ. സോ മൈനസ് എക്സ് ഈക്വൽ ടു കോസ് വൈ, എക്സ് ഈക്വൽ ടു മൈനസ് കോസ് വൈ. മൾട്ടിപ്ലൈങ് ബോത്ത് സൈഡ്സ് ബൈ -1 we get x equal to
മൈനസ് കോസ് വൈ. നേരത്തെ നമ്മൾ മൈനസ് സൈൻ വൈനെ സൈൻ ഓഫ് മൈനസ് വൈ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കോസ് ഓഫ് മൈനസ് വൈ മൈനസ് കോസ് വൈ അല്ല, കോസ് ഓഫ് മൈനസ് വൈ കോസ് വൈ ആണ്. അപ്പം അതുകൊണ്ട് ഇതിനെ നമുക്ക് നേരത്തെ എഴുതിയ പോലെ എഴുതാൻ പറ്റൂല. മൈനസ് കോസ് വൈനെ നമ്മൾ എഴുതേണ്ടത് കോസ് ഓഫ് പൈ മൈനസ് വൈ. പൈ വന്നു കഴിഞ്ഞാൽ സെയിം ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ വരും. പൈ മൈനസ് വൈ സെക്കൻഡ് ക്വാഡ്രന്റിലായതുകൊണ്ട് നെഗറ്റീവ് സൈന് വരും. നമ്മൾ കോസ് എക്സ് മൈനസ് വൈ എക്സ്പാൻഡ് ചെയ്യുന്ന പോലെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് റിസൾട്ടിലേക്ക് എത്താം. നമുക്കിത് നന്നായിട്ട് പെട്ടെന്ന് ഓർത്ത് വെക്കാൻ നമ്മൾ ചെയ്യേണ്ടത് പൈ മൈനസ് വൈ ഏത് ക്വാഡ്രന്റാന്ന് നോക്കിയാൽ മതി. പൈ മൈനസ് വൈ സെക്കൻഡ് ക്വാഡ്രന്റിൽ വരുന്നതാണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ കോസ് നെഗറ്റീവ് ആണ്, അതുകൊണ്ട് മൈനസ് വരും. അങ്ങനെ ഓർത്താൽ നമുക്ക് പെട്ടെന്ന് റിസൾട്ടിലേക്ക് എത്താൻ പറ്റും. So minus cos y is cos of pi minus y. So from this equation cos inverse of x equal to pi minus y. Cos inverse of x equal to pi minus y. So minus y ഇപ്പുറത്തേക്ക് എടുക്കാം. y equal to pi minus cos inverse x. And this y equal to cos inverse of minus x. So we get cos inverse of minus x equal to pi minus cos inverse x. So we have this result. Cos inverse of minus x is പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ്. ഇനി നമ്മൾ ജിയോജിബ്ര ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ വെരിഫൈ ചെയ്യാം. പ്രോപ്പർട്ടി 3 ഒന്ന് നമുക്ക് ജിയോജിബ്ര വെച്ചിട്ട് വെരിഫൈ ചെയ്യാം. കോസ് ഇൻവേഴ്സ് എക്സിന്റെ ഗ്രാഫാണിത്. കോസ് ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ്. ഇനി ഞാൻ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് എടുത്താൽ എന്താകും? നമ്മൾ സൈൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ് കിട്ടി. അതുപോലെ കോസിനും കിട്ടുന്നുണ്ടോ എന്ന് വേണമെങ്കിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് ഈ കാണുന്നതാണ് മൈനസ് കോസ് ഇൻവേഴ്സ് എക്സിന്റെ ഗ്രാഫ്. കോസ് ഇൻവേഴ്സ് എക്സിന്റെ ഗ്രാഫ് ഹൈഡ് ചെയ്തു. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് കോസ് ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സിന്റെ ഗ്രാഫും മൈനസ് കോസ് ഇൻവേഴ്സ് എക്സിന്റെ ഗ്രാഫും ആണ്. കോസ് ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സും മൈനസ് കോസ് ഇൻവേഴ്സ് എക്സും രണ്ടും രണ്ട് ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് ഈ ഗ്രാഫ് കാണുമ്പോൾ മനസ്സിലാകും. അപ്പം അതിന് പകരം ഞാൻ പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് എടുത്താൽ ഇതാ രണ്ട് ഫംഗ്ഷൻസിന്റെ ഗ്രാഫാണ് ഇവിടെ ഇരിക്കുന്നത്. കോസ് ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് ആൻഡ് പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് രണ്ടും സെയിം ഗ്രാഫാണ് കിട്ടുന്നത്. ഇതേപോലെ സീക്ക് ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു പൈ മൈനസ് സീക്ക് ഇൻവേഴ്സ് എക്സ്, കോട്ട് ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു പൈ മൈനസ് കോട്ട് ഇൻവേഴ്സ് എക്സ്. ഇപ്പോൾ ജിയോജിബ്ര ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളത് വെരിഫൈ ചെയ്ത് നോക്കണം. ഓക്കെ, ഈ പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലംസ് ആണ്. Cos inverse of minus x equal to pi minus cos inverse x. So first one, cos inverse of minus 1 by 2. Pi minus cos inverse 1 by 2. So 1 by 2 കിട്ടുന്നത് ഏത് ആംഗിളാണ് നമ്മൾ ഓർക്കണം. 1 by 2 കിട്ടണമെങ്കിൽ pi by 3. Adjacent side by hypotenuse 1 by 2. So pi by 3. So pi minus pi by 3. So answer is 2 pi by 3. Second one, cos inverse of minus root 3 by 2. That's equal to pi minus cos inverse root 3 by 2. That's equal to pi minus root 3 by 2. വരുന്നത് pi by 6. Angle എടുക്കുന്നത് pi by 6. So pi minus pi by 6. That is 6 pi minus pi by 6 equal to 5 pi by 6. Now third one, cos inverse of 1 by minus 1 by root 2. Pi minus cos inverse 1 by root 2, that is pi minus pi by 4. 4 pi minus pi by 4 which is equal to 3 pi by 4. ഇനി വരുന്ന വാല്യൂസ് എല്ലാം സീക്ക് ഇൻവേഴ്സിലാണ് ഇരിക്കുന്നത്. സീക്ക് ഇൻവേഴ്സിനെ കോസ് ഇൻവേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. സീക്ക് ഇൻവേഴ്സ് ഓഫ് മൈനസ് 2 is കോസ് ഇൻവേഴ്സ് ഓഫ് മൈനസ് 1 by 2. So fourth one, sec inverse of minus 2 which is equal to cos inverse of minus 1 by 2, that is equal to already നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എക്സാം ചോദിക്കുന്ന സമയത്ത് കോസ് ഇൻവേഴ്സ് മൈനസ് 1 by 2 ചെയ്ത ഈ സ്റ്റെപ്സ് ഒക്കെ അവിടെ നമ്മൾ എഴുതണം. ഈ സ്റ്റെപ്സ് ഒക്കെ എഴുതിയ ശേഷം നമുക്ക് ആൻസറിലേക്ക് എത്താം. pi minus cos inverse 1 by 2 which is pi minus pi by 3 which is 3 pi minus pi by 3 which is equal to 2 pi by 3. Now fifth one, sec inverse minus 2 by root 3 which is equal to cos inverse minus root 3 by 2. അത് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റെപ്സും കൂടി ഇവിടെ നിങ്ങൾ അതിൻ്റെ കൂടെ ചേർക്കണം. നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? 5 pi by 6. Now last one, sec inverse of minus root 2.
which is equal to cos inverse of minus 1 by root 2, that is equal to 3 pi by 4. ഈ സ്റ്റെപ്സ് ഇവിടെ എഴുതിയ ശേഷം ആൻസർ 3 pi by 4 എന്ന് എഴുതാം. ഓക്കെ, തൊട്ട് മുമ്പേ നോക്കിയ പ്രോബ്ലത്തിലൊക്കെ കോസ് ഇൻവേഴ്സും സീക്ക് ഇൻവേഴ്സും ഒന്നിച്ച് വരുന്ന പ്രോബ്ലംസ് എടുത്തു. പക്ഷെ ഇതിലിപ്പോൾ നിങ്ങൾക്ക് കാണാം ടാൻ ഇൻവേഴ്സ് മാത്രം ഇരിക്കുന്ന പ്രോബ്ലംസ് ആണ്. അടുത്ത പേജിൽ കോട്ട് ഇൻവേഴ്സ് മാത്രം ഇരിക്കുന്ന പ്രോബ്ലംസ് ആണ്. അങ്ങനെ എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ പ്രോപ്പർട്ടീസിൽ പഠിച്ചത് ഇതുപോലെയാണ്. ടാൻ ഇൻവേഴ്സ് ഓഫ് 1 by x equal to cot inverse x for x greater than 0. നെഗറ്റീവ് വാല്യൂ വരുമ്പോൾ ടാൻ ഇൻവേഴ്സ് വരുന്നത് ഫോർത്ത് ക്വാഡ്രന്റിലാണ്. നെഗറ്റീവ് വാല്യൂ വരുമ്പോൾ കോട്ട് ഇൻവേഴ്സ് വരുന്നത് സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. അതുകൊണ്ടാണ് നമ്മൾ രണ്ട് പ്രോബ്ലംസ് കമ്പൈൻ ചെയ്ത് എടുക്കാത്തത്. സോ ടാൻ ഇൻവേഴ്സ് ഓഫ് -1 equal to minus tan inverse 1, and what is tan inverse of 1? Pi by 4. So answer is minus pi by 4. Now second one, tan inverse of minus root 3, that is minus tan inverse root 3. Tan is opposite side by hypotenuse. അപ്പോൾ root 3 വരണമെങ്കിൽ നമ്മൾ എടുക്കേണ്ട ആംഗിൾ pi by 3. So answer is minus pi by 3. Now third one, tan inverse minus 1 by root 3. Applying property, we get minus tan inverse 1 by root 3. 1 by root 3 വരുന്നത് 1 opposite side ആവണം, root 3 adjacent side ആവണം. അപ്പോൾ ആംഗിൾ വരുന്നത് pi by 6. So answer is minus pi by 6. So we have tan inverse of minus 1 equal to minus pi by 4. Tan inverse of minus root 3 is minus pi by 3. Tan inverse of minus 1 by root 3 is minus pi by 6. Now next is cot inverse minus 1, cot inverse minus root 3, cot inverse minus 1 by root 3. ഇതിൻ്റെ ഒക്കെ ആൻസർ കിട്ടേണ്ടത് സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. ഇവിടെയാണ് നമ്മുടെ ആൻസർ വരേണ്ടത്. സെക്കൻഡ് ക്വാഡ്രന്റിൽ ആൻസർ വരും. We have cot inverse of minus x equal to pi minus cot inverse x. So cot inverse of minus 1 equal to pi minus cot inverse 1. And we know that cot pi by 4, cot pi by 4 equal to 1. So cot inverse of 1 equal to pi by 4. So we get pi minus pi by 4, which is equal to 4 pi minus pi by 4, which is 3 pi by 4. Second one, cot inverse of minus root 3, that is equal to pi minus cot inverse root 3, that is equal to pi minus കോട്ടിൻ്റെ വാല്യൂ റൂട്ട് 3 വരുന്നത് എപ്പോഴാണ് നമ്മൾ ആലോചിക്കണം. കോട്ട് ഈസ് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അതായത് പൈ ബൈ 6. കോട്ട് പൈ ബൈ 6 ഈസ് റൂട്ട് 3 by 1. സോ കോട്ട് ഇൻവേഴ്സ് ഓഫ് റൂട്ട് 3 ഈസ് പൈ ബൈ 6. സോ ആൻസർ ഈസ് 5 pi by 6. Now third one, cot inverse of minus 1 by root 3, which is equal to pi minus cot inverse of 1 by root 3. 1 by root 3 വരുന്ന ആംഗിൾ pi by 3. So pi minus pi by 3, which is equal to 2 pi by 3. So we have cot inverse of minus 1 is 3 pi by 4. Cot inverse of minus root 3 is 5 pi by 6. Cot inverse of minus 1 by root 3 is 2 pi by 3. Exercise 2.1 11th problem. Find the value of tan inverse 1 plus cos inverse minus 1 by 2 plus sin inverse minus 1 by 2. Tan inverse 1 equal to pi by 4. Tan pi by 4 is 1. So tan inverse of 1 equal to pi by 4. Cos inverse of minus 1 by 2 equal to pi minus cos inverse 1 by 2. That is pi minus pi by 3, which is equal to 2 pi by 3. Now sin inverse minus 1 by 2. Sin inverse of minus x is minus sin inverse x. Sin inverse of minus 1 by 2 equal to minus sin inverse 1 by 2. That is equal to minus pi by 6. Therefore, tan inverse of 1 plus cos inverse minus 1 by 2 plus sin inverse minus 1 by 2 equal to pi by 4 plus 2 pi by 3 minus pi by 6. Take 12 as denominator. 3 pi, 8 pi minus 2 pi. That's equal to 8 pi minus 2 pi, 6 pi, 6 pi plus 3 pi, 9 pi. 9 pi divided by 12. Dividing by 3, we get 3 pi divided by 4. So answer is 3 pi divided by 4. Now exercise 2.1 12th problem ആണ്.
cos inverse 1 by 2 plus 2 sin inverse 1 by 2. Now this is equal to cos inverse 1 by 2 is pi by 3, adjacent side by hypotenuse. So cos inverse 1 by 2 is pi by 3 plus 2 into sin inverse 1 by 2. Sin 1 by 2 is pi by 6. Sin pi by 6 is 1 by 2. So sin inverse of 1 by 2 is pi by 6. So this is equal to pi by 3 plus pi by 3. So answer is 2 pi by 3. 13. If sin inverse x equal to y, then options A 0 less than or equal to y less than or equal to pi, B minus pi by 2 less than or equal to y less than or equal to pi by 2, C 0 less than y less than pi, D minus pi by 2 less than y less than pi by 2. അതായത് y യുടെ വാല്യൂ ഏത് രണ്ട് വാല്യൂസിൻ്റെ എടുക്കാന്ന് വരുന്നേ. അതായത് y എന്ന് പറയുമ്പോൾ സൈൻ ഇൻവേഴ്സിൻ്റെ റേഞ്ചിൽ വരുന്ന വാല്യൂ ആണ്. സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ, അതായത് സൈൻ ഇൻവേഴ്സിൻ്റെ റേഞ്ച്. സൈൻ ഇൻവേഴ്സിൻ്റെ റേഞ്ച് നമുക്കറിയാം, ക്ലോസ്ഡ് ഇൻ്റർവൽ മൈനസ് പൈ ബൈ ടു പൈ ബൈ ടു. സോ ആൻസർ ഇസ് ബി, ഓപ്ഷൻ ബി. Now 14. Tan inverse root 3 minus sec inverse minus 2 is equal to options A pi, B minus pi by 3, C pi by 3, D 2 pi by 3. Tan inverse root 3 minus sec inverse minus 2. We know that tan pi by 3 equal to root 3 by 1. So tan inverse of root 3 is pi by 3 minus sec inverse of minus 2 is cos inverse of minus 1 by 2. Minus 2 in the reciprocal minus 1 by 2. That's equal to pi by 3 minus cos inverse of minus 1 by 2 equal to pi minus cos inverse 1 by 2. So this is equal to pi by 3 minus pi minus 1 by 2. Cos 1 by 2 വരുന്നത് angle pi by 3. So pi minus pi by 3. Pi by 3 minus pi plus pi by 3. That's equal to pi minus 3 pi plus pi. That's equal to minus pi by 3. So answer is minus pi by 3. അപ്പോൾ ഇന്ന് പഠിച്ച റിസൾട്ട് എല്ലാം നന്നായിട്ട് പഠിക്കുക. അതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ നന്നായിട്ട് പഠിച്ച് വെച്ചേക്കണം. ഓക്കെ, താങ്ക് യു.